ഗൈസ് എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിത് ഈ കാണുന്ന നമ്മളെ ഹെൽത്തി കറി എന്നൊക്കെ പറയാൻ പറ്റുന്ന കാളനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കാളൻ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വിഭവം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം വേണ്ട ഐറ്റം എന്താ വെച്ചാൽ ഈ കാണുന്നത് നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ അരി വറുത്ത് സെറ്റാക്കിയിട്ട് ഇത് രണ്ടും കൂടെ പൊടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, കടുക് വേണം, വെളിച്ചെണ്ണ വേണം, ലേശം വെള്ളം വേണം, അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പില വേണം, അതുപോലെ നമ്മുടെ ചുവന്ന മുളക് വേണം, അതുപോലെ നമ്മുടെ പച്ചക്കായി അല്ലെങ്കിൽ വാഴക്ക എന്നൊക്കെ പറയുന്ന അത് കുറച്ച് വേണം. ഇവിടെ 2 എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മോരും അതുപോലെ തന്നെ തേങ്ങയും കൂടി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നേരെ കുക്കിങ്ങിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വാഴക്ക ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ആദ്യത്തെ പരിപാടി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ കുറച്ച് മതി, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതൊന്ന് സെറ്റായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും ഇട്ടത്, അധികം സമയമൊന്നും വേണ്ട. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ. ഇതായി വരുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. വാഴയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ മസാല എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ മോരും അതുപോലെ തന്നെ തേങ്ങയും കൂടി മിക്സിയിൽ അടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിവിടെ കിടന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത്. കാളനിതാ ഇതുവരെ ചെയ്ത നമ്മുടെ തൈരും തേങ്ങയും ഒക്കെ കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉലുവി അതുപോലെ തന്നെ അരി വറുത്ത് പൊടിച്ച് വെച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്കത് വറവ് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചേർത്ത സാധനം ആദ്യം തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഇളകിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ കാളൻ്റെ പകുതി പണി നമ്മൾ തീർത്തിട്ടുണ്ട്. നമ്മൾ മറ്റൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടാക്കി ആയി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ചേർത്ത് കൊടുത്തിട്ട് അതിന് ശേഷം കടുകൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ബാക്കി ചേർക്കാനുള്ള സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കടുക് ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ചുവന്ന മുളക് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലും ചുവന്ന മുളകും അതുപോലെ തന്നെ കടുകും എല്ലാം കൂടി അടുപ്പത്ത് കിടന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ ഇളക്കി കൊടുക്കുക. മുളകിൻ്റെയൊക്കെ കളർ മാറി വരുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മളെ വറവ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കാളൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതപ്പോൾ നമ്മൾ അടിപൊളി സൂപ്പറായിട്ടുള്ള കാളൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി കറി ആയിട്ടുള്ളൊരു സാധനമാണ് കാളൻ. വയറിനൊക്കെ വളരെ നല്ലതാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.